സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നിങ്ങളുടെ കയ്യിലെ ബൈബിളുകൾ എടുത്ത് കാണിക്കുക. എല്ലാവരും ബൈബിളുകൾ എടുത്ത് കാണിക്കുക. എല്ലാവരും അത് തുറന്നു കാണിക്കണം. നല്ല വെള്ള നിറമുള്ള പേപ്പറിൽ എത്ര മനോഹരമായ ബൈബിളുകളാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ധ്യാനിക്കൂ ശ്രേഷ്ഠ ഗ്രന്ഥം ബൈബിൾ, ധ്യാനിക്കൂ ശ്രേഷ്ഠ ഗ്രന്ഥം ബൈബിൾ. ഓ ധ്യാനിക്കൂ ശ്രേഷ്ഠ ഗ്രന്ഥം ബൈബിൾ. എങ്ങനെയുള്ള ഗ്രന്ഥമാണിത്? വായിക്കുന്നതിന് ശ്രേഷ്ഠമായ ഗ്രന്ഥമാണിത്. എല്ലാവരും താഴെ ഇരിക്കുക. ഇപ്പോൾ അനാവശ്യമായ കഥകളുള്ളതായ ചെറിയ ചെറിയ പുസ്തകങ്ങൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത് കുറഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ യൗവനപ്രായത്തിലായിരുന്ന സമയത്ത് ഒരുപാട് നോവലുകൾ, ഡിറ്റക്റ്റീവ് ചിത്രങ്ങൾ അങ്ങനെയൊക്കെ അടങ്ങിയ ചില പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കാലങ്ങളിൽ ഞാനത് ധാരാളമായിട്ട് വായിക്കുമായിരുന്നു. ആ പുസ്തകങ്ങൾ വായിക്കുന്നവരുടെ ചിന്താഗതിയും അത്തരത്തിലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വായിക്കുന്നത് എനിക്കറിയത്തില്ല. യൂട്യൂബാണോ അതോ നിങ്ങൾ ഫേസ്ബുക്കിൽ കൂടിയാണോ? പിന്നെന്തൊക്കെയാണ് സഹോദരി? നിങ്ങൾക്കതൊന്നുമില്ലെന്നാണോ പറയുന്നത്? ഇവിടെ ഇല്ലേ? എല്ലാവർക്കുമുണ്ട്, എല്ലാവരുടെ കയ്യിലുമുണ്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒന്നും അതിനുവേണ്ടി ആകണമെന്നില്ല. നമ്മൾ ഏത് നാട്ടുകാരാണെങ്കിലും നമുക്കിതെല്ലാം അറിയാവുന്നതാണ്. ഓൾഡ് ഫാഷനുള്ള ചില ആളുകളുണ്ട്, അവർക്കൊഴികെ ബാക്കി എല്ലാവർക്കും. ഇന്ന് അനേകം സ്ത്രീകളെ കാണാം, മറ്റ് ജോലികളൊന്നുമില്ല എങ്കിലും എപ്പോഴും അവർ ഫേസ്ബുക്ക് യൂസ് ചെയ്തിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ കൂടിയാണ് കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. എങ്ങനെയാണ് കറി വെക്കേണ്ടത്, എങ്ങനെയാണ് പുതിയ സാരി വാങ്ങേണ്ടത്, ഏതു ഡിസൈൻ വാങ്ങണം. അവരുടെ മനസ്സെപ്പോഴും അതിലായിരിക്കും. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ എന്തായിരിക്കുമെന്നറിയാമോ? ടോയ്ലറ്റിൽ നിന്നുമൊക്കെ വൃത്തികെട്ടതായ മലിനമായ വെള്ളം പോകുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ വെള്ളത്തിൽ തലകുടിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? ഫ്രഷായിട്ടായിരിക്കുമോ? ഫ്രഷായിട്ടിരിക്കുമോ? ദുർഗന്ധം വമിക്കുവാനിടയാകും. അങ്ങനെയുള്ള ദുർഗന്ധമാണ്, അങ്ങനെയുള്ള ചീത്തയായ ചിന്തകളാൽ നിറഞ്ഞതായിരിക്കും. എന്നാൽ ആരെങ്കിലും ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടെ വായിക്കുകയാണെങ്കിൽ, 1 മണിക്കൂർ വചനം വായിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സ് നിറയ്ക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ബുദ്ധിയെ നിറയ്ക്കുകയാണെങ്കിൽ, നിങ്ങളുടെ തല എങ്ങനെയായിരിക്കും? ഞങ്ങളുടെ കാലത്തൊക്കെ പണ്ട് താളി കൊണ്ടൊക്കെ തല കഴുകുമായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ നിങ്ങൾ ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത്. അത് നല്ലൊരു ഷാമ്പു കൊണ്ട് തല കഴുകിയാൽ എങ്ങനെയായിരിക്കും? നിങ്ങളുടെ അവസ്ഥ അതേപോലെ വൃത്തിയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വചനം വായിക്കുക. നിങ്ങളുടെ ഹൃദയം ശുദ്ധിയായി മാറും, നിങ്ങളുടെ മനസ്സ് ക്ലീനായി മാറും, നിങ്ങളുടെ ബുദ്ധി തെളിയാനിടയാകും. ഒരു ദിവസം 3 അധ്യായം വെച്ച്, അതുപോലെ ഞായറാഴ്ച 5 അധ്യായവും നിങ്ങൾ വായിക്കുകയാണെങ്കിൽ 1 വർഷം കൊണ്ട് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ബൈബിൾ വായിച്ചു തീർക്കാൻ കഴിയും. ഇവിടെയുള്ള ആരെങ്കിലും എനിക്ക് ബൈബിൾ വായിക്കുവാൻ അറിയുകയില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ട്? കൈ ഉയർത്താമോ? എന്തുകൊണ്ടാണ് വായിക്കാൻ പഠിക്കാത്തത്? ചെറുപ്പത്തിൽ സ്കൂളിൽ വിട്ടതല്ലേ നിങ്ങൾ? പിന്നെ എന്തുകൊണ്ട് പഠിച്ചില്ല? ഇപ്പോൾ പഠിക്കാം, വലിയ ബുദ്ധിമുട്ടൊന്നുമല്ലല്ലോ അത്. അന്നാമണി എന്ന പേരുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു. അവർ രക്ഷിക്കപ്പെട്ട ശേഷം അവർ പ്രാർത്ഥിച്ചു, കർത്താവേ, നിന്റെ വചനം വായിക്കുവാൻ എനിക്ക് ജ്ഞാനം നൽകണമേ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് അവർക്ക് ബൈബിൾ വായിക്കുവാനുള്ള ജ്ഞാനം കൊടുത്തു. അവർക്ക് ബൈബിൾ മാത്രമേ വായിക്കാൻ കഴിയൂ, മറ്റു പുസ്തകങ്ങൾ വായിക്കുവാൻ കഴിയില്ലെന്നാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കാനുള്ള ജ്ഞാനം ദൈവം കൊടുക്കുവാനിടയായി. ഇന്നും അങ്ങനെ ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. 2 കണ്ണും കാണാത്തതായ ഒരു ദൈവദാസിയെ ഞാൻ കണ്ടു. അവർ ബൈബിളിൻ്റെ റെഫറൻസ് വളരെ നല്ലതായിട്ട് പറയുന്നുണ്ട്. ഞാൻ അവരോട് ചോദിക്കാനിടയായി, നിങ്ങൾക്ക് ചെറുപ്പം മുതൽ തന്നെ കാഴ്ചയില്ലാത്തതാണോ അതോ ഇടയ്ക്ക് വെച്ച് നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെട്ടതാണോ എന്ന് ചോദിച്ചു. ചെറുപ്പം മുതലേ കാഴ്ചയില്ലെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ബൈബിളിൻ്റെ റെഫറൻസ് ഒക്കെ ഇത്ര തിട്ടമായിട്ട് അറിയാൻ കഴിയുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷമായിട്ട് എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ട്, കർത്താവേ, നിന്റെ വചനം എന്നെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് ആരോ എൻ്റെ അരികിൽ ഇറങ്ങി വന്നിരുന്ന് ഒരു ദൂതൻ ഇരുന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ എന്നെ പഠിപ്പിച്ച ബൈബിള് പൂർണ്ണമായിട്ടും എൻ്റെ ഹൃദയത്തിൽ ഹൃദിസ്ഥമാക്കുവാൻ തക്കവണ്ണം പറഞ്ഞു തരുമായിരുന്നു എന്ന് പറഞ്ഞു. ആ വചനമെല്ലാം ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലുള്ളതുകൊണ്ട് ഞാൻ മറന്നു പോകുന്നില്ല എന്ന് സാക്ഷ്യം പറയാനിടയായി. സത്യമാണിത്, കെട്ടുകഥയല്ല. മാധവപുരം എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു, മിലിറ്ററി മാധവപുരം എന്ന് പറയും. ഒരു അന്ധയായ സ്ത്രീ,
ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ കാഴ്ച ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ കാഴ്ച ലഭിച്ചില്ല. എന്നാൽ അവിടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാനിടയായി. ദൈവത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെടാനിടയായി. ബൈബിൾ നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇല്ല എങ്കിൽ എന്തു ചെയ്യണമെന്നറിയാമോ? എന്താണ് പറയുക? എന്തു ചെയ്യും? നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ല, പക്ഷെ നിങ്ങൾക്കൊരു കത്ത് വരുന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ മകൾ ദുബൈയിൽ നിന്ന് നിങ്ങൾക്ക് കത്തെഴുതുന്നു. ആ എഴുതിയ കത്ത് അയ്യോ വായിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് ചവറ്റുകൊട്ടയിൽ കളയുമോ? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ആ കത്തുമായിട്ട് ഓടി നിങ്ങൾ അയൽപക്കത്ത് പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹിതരുടെ അടുക്കൽ പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ്റെയോ മകളുടെ അടുക്കൽ പോയിട്ട് അയ്യോ ഇതൊന്ന് വായിക്കൂ, എന്താണ് ഇതിരിക്കുന്നത്, വായിക്കൂ എന്ന് പറഞ്ഞ് വായിച്ചു കേൾക്കുകയില്ലേ? നിങ്ങൾക്ക് ബൈബിൾ വായിക്കുവാൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ മകനെ കൊണ്ടോ മകളെ കൊണ്ടോ നിങ്ങളുടെ അയൽക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ടോ ബൈബിൾ വായിപ്പിച്ചിട്ട് നിങ്ങൾ കേട്ടാൽ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. അത് വായിച്ച് തരുന്ന വ്യക്തിയും അനുഗ്രഹിക്കപ്പെടും. RRK മൂർത്തി എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെ വെച്ചെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അദ്ദേഹത്തിന് നന്നായിട്ട് ഇംഗ്ലീഷും തെലുങ്കും അറിയാം. അദ്ദേഹത്തെ ട്രാൻസ്ലേഷൻ ചെയ്യുന്നതിന് വേണ്ടി, തർജ്ജിമ ചെയ്യുന്നതിന് വേണ്ടി വിളിക്കുവാനിടയായി. തർജ്ജമ ചെയ്യുന്നതായ സമയത്ത് അദ്ദേഹം നോക്കിയപ്പോൾ ആ ദൈവത്തിൻ്റെ വചനമെല്ലാം ഇങ്ങനെ തുടർച്ചയായി കേട്ടുകൊണ്ട് ഇരുന്നതായ സമയത്ത് ആ വചനം മുഖാന്തരം അദ്ദേഹത്തിൽ വിശ്വാസം വർദ്ധിച്ചിട്ട് അദ്ദേഹം വലിയൊരു ദൈവദാസനായിട്ട് പിന്നീട് മാറി. അതുകൊണ്ട് നിങ്ങളും മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിക്കുവാൻ ശ്രമിക്കുക. അവർക്ക് വിശ്വാസം വരാനിടയാകും. അയൽക്കാരെ കൊണ്ട് വായിപ്പിക്കുക. അവർക്ക് വിശ്വാസം ഉണ്ടാകാനിടയാകും. കാരണം ദൈവത്തിന്റെ വചനം ജീവനുള്ള വചനമാണ്. ഇത് കെട്ടുകഥയുള്ള പുസ്തകം അല്ല. ഇത് വെറുമൊരു പുസ്തകമല്ല. ഭൂതം ബാധിച്ച ഒരു വ്യക്തിയുടെ കയ്യിൽ ഈ പുസ്തകത്തെ കൊടുത്താൽ ഇത് വലിച്ചെറിയും, അല്ലെങ്കിൽ അവർ പറയാനിടയാകും ഇത് തീയാണെന്ന്. കാരണം ഇത് ജീവനുള്ള ദൈവത്തിന്റെ പുസ്തകമാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ എഴുതപ്പെട്ടതായ വചനമാണ്. 43 വർഷമായിട്ട് ഞാൻ ഈ വചനം വായിക്കുന്നു. ഇപ്പോഴും എനിക്കറിയാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിൽ. എത്രയോ വർഷമായിട്ട് പ്രസംഗങ്ങൾ ചെയ്യുന്നു. ഇപ്പോഴും എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കുന്നു. കാരണം ഇത് ദൈവത്തിന്റെ ജീവനുള്ളതായ വചനമാണ്. ഒരു ദിവസം നാം ന്യൂസ് പേപ്പർ വായിച്ചാൽ പിറ്റേ ദിവസം അത് വായിക്കുമോ? എടുത്ത് കളയാനിടയാകും. എന്നാൽ ബൈബിൾ അങ്ങനെയല്ല. എത്ര വായിച്ചാലും എത്ര ധ്യാനിച്ചാലും നമുക്കത് മതിവരികയില്ല. അത് ധ്യാനിക്കും തോറും നമ്മെ ജീവിപ്പിക്കുന്നു. നമ്മെ ബലപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ട്. നമുക്ക് പ്രത്യാശ നൽകുന്ന, വിശ്വാസം വർദ്ധിപ്പിക്കുന്ന വിഷയങ്ങളാണ് അതിൽ ഉള്ളത്. നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്നതിനാവശ്യമായ വിഷയങ്ങൾ പഠിക്കുവാൻ കഴിയും. ദയവ് ചെയ്ത് എന്നും നിങ്ങൾ ബൈബിൾ വായിക്കുക, ധ്യാനിക്കാൻ ശ്രമിക്കുക. അതുപോലെ വായിച്ച് കേൾക്കുക. ദൈവം അനുഗ്രഹിക്കും. ബൈബിളിൽ 66 പുസ്തകങ്ങളുണ്ട്. പഴയ നിയമത്തിൽ 39, പുതിയ നിയമത്തിൽ 27. മൊത്തം 66 പുസ്തകങ്ങൾ. 1600 വർഷങ്ങൾ കൊണ്ട് 40 ഗ്രന്ഥകർത്താക്കൾ 3 വ്യത്യസ്തമായ ഭാഷയിൽ എഴുതി. എന്നാൽ എല്ലാ പുസ്തകങ്ങളും പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ എഴുതപ്പെട്ടത് ആയതുകൊണ്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരേ വിഷയത്തെ തന്നെ കേന്ദ്രീകൃതമാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ആമേനെന്ന് പറയുക. നേരത്തെ പിന്നെന്താണ് പറയാതിരുന്നത്? ആമേൻ, ഹല്ലേലൂയ എന്നുള്ളതായ വാക്കുകൾ സ്പോണ്ടേനിയസ് ആയിട്ട്, അതായത് തന്നെത്താൻ ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണത്. പറയൂ 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 എന്ന് പറഞ്ഞ് പറയിപ്പിക്കേണ്ട കാര്യമില്ല. ചിലരാണെങ്കിൽ ഒരിക്കലും പറയത്തില്ല. ചിലരാണെങ്കിൽ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ മകൻ മദ്യപാനിയാണ്, ഹല്ലേലൂയ. എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഒരു പ്രയോജനമില്ല, ഹല്ലേലൂയ. എൻ്റെ ബന്ധുക്കളൊക്കെ നശിച്ച് നരകത്തിലേക്ക് പോവുകയാണ്, ഹല്ലേലൂയ. എന്താണ് നരകത്തിൽ പോകുമ്പോൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണ്? മദ്യപാനിയായ എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെട്ട് ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ അർത്ഥമുണ്ട്. അതുകൊണ്ട് അർത്ഥവത്തായിട്ട് പറയേണ്ടത് ആവശ്യമാണ്. ഒരിടത്ത് ഒരു വ്യക്തിക്ക് ഈ വാക്കുകൾ ഭയങ്കര ഇഷ്ടമായിട്ട് അത് കുതിരയെ പഠിപ്പിച്ചു. അദ്ദേഹം കുതിരയുടെ മുകളിൽ കയറി ഇരുന്നിട്ട് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അത് ഓടിപ്പോകും. പിന്നെ ആമേൻ എന്ന് പറയുമ്പോൾ നിൽക്കും. വേറെ വാക്കുകളൊന്നും തന്നെ അത് അനുസരിക്കുകയില്ല. സാധാരണ കുതിരപ്പുറത്ത് കയറുന്ന ആളുകൾ എന്താണ്, ഒരു കടിഞ്ഞാണുണ്ട്. കടിഞ്ഞാൻ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് നിയന്ത്രിക്കുന്നതനുസരിച്ചാണ് കുതിര മുൻപോട്ട് പിൻപോട്ട് പോകുന്നത്. ആ കടിഞ്ഞാൻ വലിക്കുന്നതിനനുസരിച്ചാണ് ആ കുതിര ചലിക്കാറുള്ളത്. എന്നാൽ ഈ കുതിര മാത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഓടും, ആമേൻ എന്ന് പറയുകയാണെങ്കിൽ നിൽക്കും. അതാണ് ഭാഷ. ഒരു ദിവസം അയാൾ കുതിരപ്പുറത്ത് കയറിയിട്ട് ദൂരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലമുകളിലൊക്കെ കയറി താഴ്വരകളിൽ കൂടിയൊക്കെ കയറി പോകുന്നതായ സമയത്ത് പെട്ടെന്നൊരു അഗാധമായ കുഴി കാണുവാനിടയായി. ഇപ്പോൾ കുതിരയെ അവിടെ നിർത്തണം. എന്താണ് ചെയ്യേണ്ടത്? എന്തു പറയണം? ഓർമ്മയുണ്ടോ? ഭാവം അയാൾക്ക് ആദ്യം ഓർമ്മ വന്നില്ല, പിന്നീട് ഓർമ്മ വന്ന
ആമേൻ എന്ന് പറഞ്ഞു. പെട്ടെന്ന് അത് ആമേൻ എന്ന് പറഞ്ഞു. ഒരു സ്റ്റെപ്പ് കൂടെ വെച്ചിരുന്നുവെങ്കിൽ അത് തലകീഴായിട്ട് വീണ് ചത്തുപോകുമായിരുന്നു. ആമേൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ സഡൻ ബ്രേക്ക് ഇട്ട പോലെ അവിടെ നിന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമുണ്ടായി. എത്രമാത്രം സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ, ഹൗ രക്ഷപ്പെട്ടല്ലോ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് എന്തു പറഞ്ഞെന്നറിയാമോ? ഹല്ലേലൂയ എന്ന് പൂർണ്ണ മനസ്സോടുകൂടി അയാൾ ജീവിതത്തിൽ ആദ്യമായിട്ട് പറയുന്നതാണ്. എന്നാൽ കുതിരയ്ക്ക് എന്താണ് തോന്നിയത്? അതെന്താണ് ചിന്തിച്ചത്? ചാടുക. അങ്ങനെ മുൻപോട്ട് ചാടി. ഇപ്പോൾ രണ്ടുപേരും ചത്തുപോയി കാണും. എപ്പോഴും ഈ വാക്കുകൾ ജാഗ്രതയോടെ ഉപയോഗിക്കുക. ആമേൻ എന്ന് പറയുകയാണെങ്കിൽ സന്ദർഭം അനുസരിച്ചുകൊണ്ട് അങ്ങനെ തന്നെ സംഭവിക്കുമാറാകട്ടെ എന്ന രീതിയിൽ സംഭവിക്കുമാറാകട്ടെ. ഒരാൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എല്ലാവരും ആമേൻ എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും അങ്ങനെ പ്രാർത്ഥിച്ചതായിട്ട് ദൈവം അംഗീകരിക്കും. അതുപോലെ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, ദൈവത്തിന് സ്തുതി. ദൈവത്തിന് സ്തുതി എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തെ സ്തുതിക്കണം. ദൈവം നമുക്ക് നന്മ ചെയ്യുമ്പോൾ അനേക വിഷയങ്ങൾ ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാൻ കഴിയും. എന്നാൽ വെറുതെ നാം ഈ വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകില്ല. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21-ാമത്തെ വാക്യം, യേശു അവിടം വിട്ടു സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. യേശു അവിടം വിട്ട് പുറപ്പെട്ട്, യേശു എപ്പോഴും ഒരേ സ്ഥലത്ത് താമസിക്കുകയില്ലായിരുന്നു. ഒരു ആശ്രമം പണിതിട്ട് അവിടെ ഇരുന്ന് ഭക്തന്മാരെ വരുമെന്ന് പറഞ്ഞിരുന്നില്ല. അവൻ ഓരോരോ സ്ഥലത്തു നിന്ന് അവിടെയുള്ളതായ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവിടെയുള്ള രോഗികളെ സൗഖ്യമാക്കി അവിടെയുള്ള ജനത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്തിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് അങ്ങനെ പുതിയ പുതിയ ഇടങ്ങളിലേക്ക് പോകുമായിരുന്നു. യേശു കർത്താവ് ഗലീലിയ സമുദ്രത്തിന് ചുറ്റുപാടുമുള്ള എല്ലാ ഗ്രാമങ്ങളിലും സഞ്ചരിച്ച് ആ ഗ്രാമങ്ങളിലുള്ളതായ രോഗികളെയും വ്യാധികളുള്ളതായ ആളുകൾക്കും സൗഖ്യം കൊടുത്തു. അതിൽ കൂടുതൽ സ്വർഗീയ വിഷയങ്ങളെക്കുറിച്ച് അവൻ പ്രസംഗിച്ചു. ഒരു വ്യക്തി എങ്ങനെ ജീവിച്ചാലാണ് ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഒരു വ്യക്തി സമാധാനമില്ലാത്തവനായി ജീവിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? സമാധാനം ലഭിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതായ വിഷയങ്ങൾ, സ്വർഗീയ വിഷയങ്ങൾ പ്രസംഗിക്കുമായിരുന്നു. അവന്റെ പ്രസംഗം കേട്ടതായ ആളുകൾ പരിവർത്തനം പ്രാപിച്ചവരായിട്ട് അവരുടെ സ്വഭാവത്തിന് മാറ്റം വന്നിരുന്നു. അവരുടെ ജീവിത ശൈലികൾ മാറിയിരുന്നു. യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ നമ്മുടെ മതം മാറ്റുവാനോ വിശ്വാസങ്ങൾ മാറ്റുവാനോ ഒന്നുമല്ല ഉള്ളത്. നമ്മുടെ മനസ്സാണ് മാറ്റേണ്ടത്. ഒരു ദുർമാർഗിയായ വ്യക്തി ദുർമാർഗം ഉപേക്ഷിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ട് നന്മ ചെയ്ത് ജീവിക്കണം. മദ്യപാനത്തിന് അടിമയായിരിക്കുന്നതായ ഒരു വ്യക്തി മദ്യപാനം ഉപേക്ഷിച്ചിട്ട് തന്റെ കുടുംബത്തെ നോക്കി ജീവിക്കുവാനിടയാകണം. അങ്ങനെയുള്ള മാനസാന്തരമാണ് വ്യക്തിയിൽ വരേണ്ടത്. ഒരു സ്ത്രീ ഭൂതം ബാധിച്ച് എപ്പോഴും ചീത്ത പറയുന്നവളായിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് വരാനിടയായാൽ അവൾ സൗമ്യതയുള്ളവളായിട്ട്, അവൾ വിശുദ്ധിയായിട്ട് മാറേണ്ടതാണ്. അവളുടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും മക്കളെ സ്നേഹിക്കുന്നവളുമായിട്ട് മാറി അവരുടെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത് കുടുംബം നോക്കുന്നവളായിരിക്കണം. അതാകുന്നു യേശുക്രിസ്തു പഠിപ്പിക്കുന്ന ഉപദേശത്തിന്റെ സാരാംശം. എന്നാൽ ഭക്തി വേറെയാണ്, ജീവിതം വേറെയാണെന്ന് ഇന്ന് പറയുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? എന്നാൽ യേശുക്രിസ്തു കാണിച്ചതായ ഭക്തി ജീവിച്ചു കാണിക്കേണ്ടതായിരുന്നു, ജീവിതത്തിൽ കാണേണ്ടതായിരുന്നു ആ ഭക്തി. അല്ലാതെ കുറെ ആചാരങ്ങളും പുറമേ ചില ചടങ്ങുകളുമൊക്കെ ചെയ്ത് അല്ലെങ്കിൽ പുറമെ വേഷമോ ഭാഷയോ മാറ്റുന്നത് കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യഥാർത്ഥമായ മാറ്റം സംഭവിക്കുകയില്ല. എന്നാൽ ഒരു വ്യക്തിയുടെ ഹൃദയം മാറണമെന്നും സ്വഭാവം മാറണമെന്നും ദൈവത്തോട് അടുക്കണമെന്നും അവൻ ആഗ്രഹിക്കാനിടയായി. അതുകൊണ്ട് അവൻ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാതെ ഒരിടത്തു നിന്നും മറ്റ് ഇടങ്ങളിലേക്ക് സഞ്ചരിച്ച് അവൻ സോർ സീദോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് പോകാനിടയായി. ഭൂമിയെല്ലാം ഒരുപോലെയാണ്. എന്നാൽ ആ ദേശങ്ങളിലുള്ളതായ ആളുകളുടെ സ്വഭാവമനുസരിച്ച് ആ ദേശത്തിന് നല്ല പേരും ചീത്തപ്പേരും വരാനിടയാകും. നമ്മുടെ പണ്ടുള്ള ആളുകൾ പറയാറുണ്ടല്ലോ, നമ്മുടെ നാവ് നല്ലതാണെങ്കിൽ നാട് നന്നാകും, നാവ് നല്ലതാണെങ്കിൽ നാട് നന്നാകുമെന്ന്. നാടെപ്പോഴും നല്ലത് തന്നെയാണ്. എന്നാൽ നമ്മുടെ നാവാണ് നല്ലതല്ലാത്തത്. നമ്മുടെ നാവ് അനുസരിച്ച് ഒരു കുടുംബം നന്നാകും, അല്ലെങ്കിൽ കുടുംബം ചീത്തയാകുന്നു, അല്ലെങ്കിൽ ഒരു സമൂഹം തന്നെ നശിച്ചു പോകുന്നു. ഞാൻ കുറേ വർഷങ്ങളായിട്ട് മദ്രാസിലാണ് താമസിച്ചിരുന്നത്. കുറേ നാൾ മാത്രമായിട്ടാണ് നമ്മുടെ
ആന്ധ്രാപ്രദേശിൽ വന്ന് താമസിച്ചത്. ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നതിന് മുൻപ് മദ്രാസിൽ താമസിച്ചിരിക്കുന്നതായ സമയങ്ങളിൽ ഒരിക്കൽ പോലും തെലുങ്കില് ചീത്തവിളി കേട്ടിട്ടില്ലായിരുന്നു. എന്നാൽ കുറേ വർഷങ്ങൾക്ക് ശേഷമായിട്ട് ആ തെലുങ്കിലുള്ളതായ ചീത്തവിളിയൊക്കെ കേട്ടപ്പോൾ എനിക്കൊന്നും തന്നെ മനസ്സിലായില്ല. അപ്പോൾ തന്നെ 10 വർഷമായിട്ട് ദൈവവചനങ്ങൾ പ്രസംഗിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് ദൈവത്തിന്റെ നാമത്തിൽ നിൽക്കുകയാണല്ലോ. അങ്ങനെ ദൈവത്തിന്റെ വചനം എപ്പോഴും ധ്യാനിച്ച് അതുതന്നെ ചിന്തിച്ചുകൊണ്ട് നടന്നതായ ഞാൻ ഈ തെലുങ്കിലുള്ള ഇങ്ങനെയുള്ള ചീത്തവാക്കുകൾ കേട്ടപ്പോൾ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ താമസിക്കുന്നതായ വീടിൻ്റെ മുറ്റത്ത് അവിടെ അടുത്തൊരു കൊച്ചുകുട്ടിയുണ്ട്. അവൻ കുട്ടിനിക്കറുമിട്ട് നടക്കുന്ന പ്രായമാണ്. അവൻ്റെ വായിലാണെങ്കിൽ ബീഡിയിരിക്കുന്നു. അരേ എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ അവൻ്റെ അപ്പനെ വിളിച്ചിട്ട് അവൻ പച്ചത്തെറിയാണ് വിളിക്കുന്നത്. ഒരിക്കലും നമുക്കതിവിടെ പറയാൻ കഴിയത്തില്ല. പച്ചത്തെറി വിളിക്കുകയാണ്. അവൻ ബീഡി വലിക്കുന്നത് കണ്ട് ഞാൻ ഷോക്കായിട്ട് നിൽക്കുമ്പോൾ ഇതാ ബീഡി വലിച്ചിട്ട് അവൻ അവൻ്റെ അപ്പനെ പച്ചത്തെറിയും വിളിക്കുകയാണിപ്പോൾ. എനിക്ക് മുറിബീഡിയാണ് തന്നിരിക്കുന്നത്, എനിക്ക് വേറെ ബീഡി വേണം എന്ന് പറഞ്ഞവൻ എന്താണ് ചീത്ത വിളിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഈ ചീത്തവാക്കുകളൊക്കെ ഇവനെ ആരാണ് പഠിപ്പിച്ചത്? സ്കൂളില് ടീച്ചർ കൊണ്ടുപോയിട്ട് ABCD എന്ന് പറയുമ്പോൾ അതുപോലും നമ്മൾ പഠിക്കുന്നില്ല. എത്ര ദിവസം സ്കൂളിൽ വിട്ടിട്ട് ആ ഇ എന്ന് പഠിച്ചാലും അവർ ഊ എന്നാണ് പഠിക്കുന്നത്. എന്നാൽ എങ്ങനെയാണ് ഈ ചീത്തയൊക്കെ ഇവർ പഠിച്ചത്? അവരുടെ അപ്പനും അമ്മയും സംസാരിക്കുന്നത് കേട്ട് പഠിച്ചു. ഒരു സ്കൂളിലും പോകേണ്ടതായി അവർക്ക് വന്നില്ല. അവർ ചീത്ത പഠിക്കുകയും ചെയ്തു. നോക്കുക, നമ്മുടെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണല്ലോ വായ സംസാരിക്കുന്നത്. നോക്കൂ, ചിലർ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷാലും നല്ലവരായിരിക്കും, എന്നാൽ പെട്ടെന്ന് അറിയാതെ ചീത്ത വിളിക്കാനിടയാകും. നമ്മുടെ ചർച്ചിലൊരു സഹോദരൻ ഉണ്ടായിരുന്നു. അവൻ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞു കേട്ട് ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് സഹോദര, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തിയല്ലേ, കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചീത്ത വിളിച്ചെന്ന് പറയുന്നത് കേട്ടു, എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോൾ, അയ്യോ അങ്ങോട്ട് പറഞ്ഞോ ബ്രദർ എന്ന് ചോദിച്ചു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്താണ് സംഭവിച്ചത് പറയൂ. അപ്പോൾ പറഞ്ഞു, അങ്ങനെ ഞാൻ പെട്ടെന്ന് പറഞ്ഞതല്ല, അറിയാതെ കോപം വന്നപ്പോൾ പറഞ്ഞതാണ്. എവിടെ നിന്നാണ് ഈ കോപം വന്നത്? ചൈനയിൽ നിന്നാണോ അതോ ജപ്പാനിൽ നിന്ന്? എവിടെ നിന്നാണ്? നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതാണ് വായ സംസാരിക്കുന്നത്. നിന്റെ ഹൃദയം ശുദ്ധിയായിട്ടില്ല. നിന്റെ ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് നിറച്ചിട്ടില്ല. നിന്റെ മുൻപിൽ പാപം ചെയ്യാതിരിക്കേണ്ടത് നിന്റെ ഹൃദയം നിന്റെ വചനത്താൽ ഞാൻ നിറച്ചിരിക്കുന്നുവെന്ന് ദാവീദ് പറഞ്ഞു. വചനം നിന്റെ ഹൃദയത്തിലുള്ളപ്പോൾ നിന്റെ വായിൽ നിന്ന് ദോഷം ഒരിക്കലും വെളിയിൽ വരില്ല. ഇന്ന് അനേകം ആളുകൾ അവരുടെ പ്രവൃത്തി കൊണ്ട് അവരുടെ കുടുംബത്തെ നശിപ്പിക്കുന്നു, അവരുടെ നാടിനെ നശിപ്പിക്കുന്നു, അവരുടെ ദേശത്തെ നശിപ്പിക്കുന്നു, ലോകത്തെ തന്നെ നശിപ്പിക്കുന്നു. നശിച്ചുപോയതായ മനുഷ്യൻ ലോകത്തെ നശിപ്പിക്കുന്നു, പാപത്താൽ നിറയ്ക്കുന്നു. ഇന്നുള്ള മുതിർന്ന ആളുകളോട് ചോദിക്കൂ, നിങ്ങളുടെ കാലമായിരുന്നു നന്ന്, ഈ കാലമാണോ നന്ന് എന്ന് ചോദിക്കുക. നിങ്ങളുടെ കാലത്ത് കറണ്ടില്ലായിരുന്നല്ലോ, നിങ്ങളുടെ കാലത്ത് മിക്സി ഇല്ലായിരുന്നല്ലോ, ഗ്രൈൻഡർ ഇല്ലായിരുന്നല്ലോ, വാഷിംഗ് മെഷീൻ ഇല്ലായിരുന്നല്ലോ, ഇപ്പോഴുള്ളതുപോലെ ഇൻസ്റ്റന്റ് കോഫിയൊന്നും ഇല്ലായിരുന്നുവല്ലോ, ഇത്രയും നല്ലതായ ഉപകരണങ്ങൾ ഒന്നും ഇല്ലായിരുന്നല്ലോ. ആ കാലമാണോ ഈ കാലമാണോ നന്ന് എന്ന് നിങ്ങൾ ചോദിക്കുക. എന്തു പറയാനിടയാകും? ഞങ്ങളുടെ കാലമാണ് നന്നെന്ന് പറയും. ഈ കാലത്തെ ആളുകളുടെ രീതി എന്തൊക്കെയാണ്? ഈ കുട്ടികളുടെ വേഷവിധാനം എന്തൊക്കെയാണ്? ഇപ്പോഴുള്ള പെൺകുട്ടികളൊക്കെ എങ്ങനെയുള്ളതായ മ്ലേച്ഛമായ വസ്ത്രമാണ് ധരിച്ചുകൊണ്ട് നടക്കുന്നത്. ഞങ്ങളിങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നില്ല, ഞങ്ങളിങ്ങനെ ആളുകളുടെ മുൻപിൽ പെരുമാറിയിരുന്നിട്ടില്ല. വീട്ടിലെ രക്ഷകർത്താവിനോട് ഞങ്ങൾക്ക് വളരെ ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഇപ്പോഴെന്തൊക്കെയാണ് നടക്കുന്നത്? ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരുടെ കുടുംബം, അവരുടെ ജീവിത രീതി എന്തൊക്കെയാണ്? ഇതെന്തൊരു കാലമാണ്, കഷ്ടകാലമെന്ന് പറയും. അങ്ങനെ തന്നെ പറയത്തില്ലേ? എല്ലാ സൗകര്യങ്ങളുമുണ്ട്, എന്നാൽ ബുദ്ധി മാറിയിട്ടില്ല. എല്ലാമുണ്ട്, എന്നാൽ സ്നേഹവും കരുതലും വാത്സല്യവും ഒന്നുമില്ല. എന്താണ് കുടുംബങ്ങൾ? ബഹുമാനം എന്നുള്ളതായ പദങ്ങൾക്ക് യാതൊരു അർത്ഥവുമില്ല. അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ആരും ബഹുമാനം കൊടുക്കുന്നില്ല. ഇന്ന് സ്നേഹത്തോടെ ആരും അപ്പൂപ്പ അമ്മൂമ്മയെന്ന് വിളിക്കത്തില്ല. എന്താണ് കിളവനും കിളവിയും? അപ്പൂപ്പനെ കിളവെന്നാണ് വിളിക്കുന്നത്, ബുദ്ധിയില്ലാത്തവരെ. നിന്റെ അമ്മൂമ്മയാണ് നിന്റെ അമ്മയെ പ്രസവിച്ചത്, നിന്റെ അമ്മയാണ് നിന്നെ പ്രസവിച്ചത്. നിന്നെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയപ്പോൾ ആ അമ്മ പ്രായം ചെന്ന മുത്തശ്ശിയായപ്പോൾ ആ മുത്തശ്ശിയെ സ്നേഹത്തോടെ അമ്മുമ്മയെന്ന് നിനക്ക് വിളിക്കാൻ കഴിയില്ലേ? സ്നേഹത്തോടെ അമ്മുമ്മയെന്ന് വിളിക്കാൻ കഴിയില്ലേ? ഇല്ല. ഇന്ന് അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം, ഇതെന്റെ അപ്പനാണ്, അല്ലെങ്കിൽ ഇതെന്റെ അമ്മയാണ്, എന്നെ വളർത്തി വലുതാക്കിയത് ഇവരൊക്കെയാണ്, ഇവരെ നിങ്ങൾ ബഹുമാനിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എന്നാൽ ഇന്ന് പറഞ്ഞു കൊടുക്കത്തില്ല. അവർക്ക് മലയാളം അറിയത്തില്ല, അവർ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരാണ്. സാരമില്ല, അത് ജനറേഷൻ്റെ ഗ്യാപ്പാണ്,
അമ്മ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണം കേട്ടോ. പോട്ടെ. ഞങ്ങളുടെ മക്കൾ അങ്ങനെയാണ്, അവരങ്ങനെ സംസാരിക്കുള്ളൂ. എന്താണ് നിങ്ങളുടെ മക്കൾ ഇഷ്ടം പോലെയാണ് സംസാരിക്കുന്നത്? അതെ, ഞങ്ങളുടെ മക്കൾ സിറ്റിയിൽ താമസിക്കുന്നവരാണ്. ലോകം മാറിപ്പോവുകയാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. എനിക്ക് വളരെ ഇഷ്ടമാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത്, കൂട്ടുകുടുംബ സമ്പ്രദായം, പുരുഷന്മാർ സ്ത്രീകളെ ബഹുമാനിക്കുന്നത്, നിന്റെ ഭർത്താവിനെ നിന്റെ ശിരസ്സായിട്ട് കാണുക. ഒരു തവണ വിവാഹം കഴിച്ചാൽ പിന്നെ ഭാര്യയും ഭർത്താവും വേർപിരിയുവാൻ പാടില്ല. ഇങ്ങനെയുള്ള നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരങ്ങളെല്ലാം തന്നെ ബൈബിൾ പ്രകാരം ഉള്ളതാണ്. എന്നാൽ ഇക്കാലത്ത് പാശ്ചാത്യ സംസ്കാരങ്ങൾ കൊണ്ടുവന്നിട്ട് പിന്നീട് എന്താണ് പറയുന്നത്? ക്രിസ്ത്യാനിത്വമാണെന്നാണ് പറയുന്നത്. പാശ്ചാത്യ സമ്പ്രദായ പ്രകാരം അല്ല. ബൈബിൾ പറയുന്നത് എന്താണ്? അതനുസരിച്ച് നാം ജീവിച്ചാൽ നാം അനുഗ്രഹിക്കപ്പെടും. നമുക്ക് നന്നായിട്ട് ജീവിക്കുവാൻ കഴിയും. നമ്മുടെ മക്കളുടെ ഭാവിയും അനുഗ്രഹിക്കപ്പെടും. യേശു കർത്താവ് ഒരു അന്യദേശത്തിലേക്ക് സുവിശേഷം അറിയാത്തതായ ആളുകളുടെ ഇടയിലേക്ക് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി പോയി. സോർ സീദോൻ പ്രദേശത്തിലേക്ക് വാങ്ങിപ്പോയി. അപ്പോൾ ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നിട്ട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ കാണിക്കണമേ, എൻ്റെ മകൾ ഭൂതം ബാധിച്ചിട്ട് വളരെ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. കനാന്യ സ്ത്രീ. ബൈബിളിലും പലവിധമായ ജാതികളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? ഇശ്മായേലിയരെ കുറിച്ച് പറയുന്നുണ്ട്. ഇശ്മായേലിൻ്റെ സന്തതികൾ. ഏദോമ്യർ എന്ന് പറയുമ്പോൾ ഏശാവിൻ്റെ സന്തതികൾ. മോവാബ്യർ, അമോന്യർ, അതായത് ലോത്തിന്റെ മുഖാന്തരം ഉണ്ടായതായ സന്തതികൾ. ഇവരെല്ലാം പാപത്തെ വെളിപ്പെടുത്തുന്നവരാണ്. തള്ളപ്പെട്ടതായ ആളുകളുടെ കൂട്ടത്തിലായിരിക്കുന്നു. അതുപോലെ കനാനിയർ, ഇവരും തള്ളപ്പെട്ടതായ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. ഇവിടെ എന്താണ്? അതായത് ഇവരുടെ പാപം കാരണം, തെറ്റായ ജീവിത രീതി കാരണം, സാൻമാർഗികത ഇല്ലാത്തതായ രീതി കാരണമായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് യഥാർത്ഥമായ ജീവന്റെ വചനത്തെക്കുറിച്ച് അറിയുകയില്ല. ദൈവത്തിൽ ഇവർക്ക് വിശ്വാസമില്ല. എന്നാൽ ഈ സ്ത്രീ യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാനിടയായി. അവൻ ഭൂതത്താൽ ബാധിക്കപ്പെട്ടവരെ വിടുവിക്കുവാനിടയാകും, രോഗികൾക്ക് സൗഖ്യം കൊടുക്കും, സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കും, ചീത്തയായി പോയവർക്ക് പുതിയ സ്വഭാവം കൊടുക്കും എന്നുള്ള വിഷയങ്ങൾ കേട്ടിട്ട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടി വന്നിട്ട് നിലവിളിച്ച് അപേക്ഷിച്ചു. അതെ, ഭൂതങ്ങളുണ്ടോ? പേടിക്കണ്ട. ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. ഉണ്ടോ ഇല്ലയോ? ഇല്ലേ? ഉണ്ടോ? സംശയമാണോ? ഓക്കെ. ദൈവമുണ്ടോ? ദൈവമുണ്ടോ? ദൈവവും ഉണ്ട്, ഭൂതവുമുണ്ട്. ഭൂതത്തെ ആരാണ് സൃഷ്ടിച്ചതെന്ന് ഒരാൾ ചോദിച്ചു. ആരും സൃഷ്ടിച്ചതല്ല. ദൈവം ദൂതന്മാരെയാണ് സൃഷ്ടിച്ചത്. ദൂതന്മാരെ എന്തിനാണ് സൃഷ്ടിച്ചത്? നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയുമാണ്. ദൂതന്മാരെ എന്തിനാണ് സൃഷ്ടിച്ചത്? നമ്മെ സേവിക്കുന്നതിന് വേണ്ടിയാണ് ദൂതന്മാരെ സൃഷ്ടിച്ചത്, അല്ലാതെ നമ്മെ ഭരിക്കുവാൻ വേണ്ടിയല്ല. ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കി. ദൂതന്മാരെയും ആകാശത്തെയും ഭൂമിയുമൊക്കെ തൻ്റെ വാക്കുകൊണ്ട് സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അവരെ സൃഷ്ടിച്ചത് നമ്മെ സേവിക്കുന്നതിന് വേണ്ടിയാണ്, നമ്മെ പരിചരിക്കുന്നതിന് വേണ്ടി, നമുക്ക് സഹായമായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. അവർ നമ്മേക്കാൾ വലിയവരല്ല. ദൂതന്മാർ നമ്മെ സേവിക്കുന്നതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതായ ജീവികളാണ്. അവർക്ക് ശരീരമില്ല. നമ്മെ സേവിക്കുന്നതിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ് അവരെ. എന്നാൽ അതിലൊരു പ്രധാന ദൂതനായിരുന്നതായ ലൂസിഫർ, ദൈവം ഇരിക്കുന്നതായ, അതായത് തേജോമയനായ കർത്താവ്, കോടി സൂര്യനേക്കാൾ പ്രകാശമായനായിരിക്കുന്നതായ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ആ പ്രകാശത്തെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ ദൂതനെ ആക്കി വച്ചിരുന്നത്. എല്ലാവരും ദൈവത്തെ നമസ്കരിക്കുമ്പോൾ എന്നെയാണ് നമസ്കരിക്കുന്നത് എന്നിവൻ മനസ്സിൽ ഗർവിച്ചിട്ട് ഞാനും ദൈവത്തെ പോലെയാകും എന്ന്, ഞാനും ദൈവത്തിന് സമമാണെന്ന് ചിന്തിച്ച് ഹൃദയത്തിൽ അഹങ്കാരം വന്നപ്പോൾ പാതാളത്തിന്റെ മൂലയിലേക്ക് തള്ളപ്പെടാനിടയായി. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് തള്ളപ്പെടാനിടയായി. അപവാദിയായിട്ട് മാറി, സാത്താനായിട്ട് മാറി. അവൻ തള്ളപ്പെട്ട സമയത്ത് കുറച്ച് ദൂതന്മാരും അവനോടൊപ്പം വീണു. അവർ ഭൂതങ്ങളായിട്ട് മാറി. മനുഷ്യകുലത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി അന്ന് ഏദൻ തോട്ടത്തിൽ കടന്നിട്ട് ആദമിനെയും ഹൗവയെയും വഴിതെറ്റിച്ചു. നമ്മെ എല്ലാവരെയും പിശാച് അവന്റെ അധികാരത്തിന് കീഴിൽ ആക്കാനിടയായി. സാത്താനെ ഈ ലോകത്തിന്റെ അധികാരി എന്നാണ് വിളിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു
എന്നെയും നിന്നെയും പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി മനുഷ്യ അവതാരമെടുത്തുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്റെ ജീവനെ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, പാപത്തെ ജയിച്ചുകൊണ്ട്, പിശാചിനെ ജയിച്ചുകൊണ്ട്, നമ്മുടെ സകല പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ജീവൻ ഏൽപ്പിച്ചു കൊടുത്തു. പാതാള ശക്തികളെ ജയിച്ച്, പിശാചിനെ ജയിച്ചുകൊണ്ട്, മരണത്തെ ജയിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഇന്ന് ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ആരാണോ യേശുക്രിസ്തുവിന്റെ നാമത്തെ സ്വീകരിക്കുന്നത്, യേശുവേ ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുതപിക്കുന്നത്, അങ്ങനെയുള്ള ആളുകളുടെ പാപത്തിനു വേണ്ടി യേശുക്രിസ്തുവിന്റെ രക്തം പ്രായശ്ചിത്തമായി ഒഴുകപ്പെട്ടതുകൊണ്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാനിടയാകും. അവർ പുതിയ സൃഷ്ടിയായിട്ട് മാറാനുമിടയാകും. ദൈവചിത തലകളെ വണക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇത് നല്ല സമയമാണ്. നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ലഭിക്കുന്നതായ സമയമാണ്. നിന്റെ വിടുതലിന്റെ സമയമാണ്. നീ വായ് തുറന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നോട് കരുണ കാട്ടണമേ. കർത്താവേ, എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നൽകണമേ. കർത്താവേ, നീ എന്നെ സഹായിക്കുമാറാകണമേ എന്ന് ചുരുക്കമായിട്ട് നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ വലിയ പ്രാർത്ഥനയുടെ ആവശ്യമില്ല. എന്നോട് കരുണ കാട്ടണമേ കർത്താവേ, എന്നോട് മനസ്സലിവ് കാട്ടണമേ ദൈവമേ, എന്നെ സഹായിക്കുമാറാകണമേ. നിന്റെ അവസ്ഥകളെ കർത്താവിനോട് പങ്കുവയ്ക്കാമോ? നിന്റെ സാഹചര്യത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാമോ? പുറമെ ഞാനൊരു ഭക്തനായി കാണപ്പെടുന്നു, എന്നാൽ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായ ഭക്തി ഇല്ല, എൻ്റെ അന്തരംഗത്തിൽ ശുദ്ധിയില്ല. ദൈവത്തോട് പറയുക. പുറമെ ഞാൻ ചർച്ചിലൊക്കെ പോകുന്നുണ്ട്, എന്നാൽ എൻ്റെ ജീവിതത്തിൽ അതിന് തക്ക ആത്മീയത ഇല്ല, എൻ്റെ ജീവിതത്തിൽ അതിന് തക്കതായ വിശ്വാസം ഇല്ല. ദൈവത്തിനോട് നീ പറയുക, കർത്താവേ, എൻ്റെ മകളെ നീ നോക്കണമേ, എൻ്റെ മകനെ നീ നോക്കണമേ. അവർ എൻ്റെ വാക്കുകളെ അനുസരിക്കാതെ അവരുടെ ഇഷ്ടമുള്ളതുപോലെയാണ് ജീവിക്കുന്നത്, തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. എത്ര പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല. എൻ്റെ മകനെ നീ മാറ്റണമേ, എൻ്റെ മകളെ നീ മാറ്റണമേ, എൻ്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത്ഭുതകരമായി നിന്റെ മക്കളെ അവൻ അനുഗ്രഹിക്കുവാൻ ഇടയാകും. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ നീ ദർശിക്കുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ നോക്കണമേ. ഹൃദയത്തിൽ നിന്ന് വരുന്ന വേദനകളെ നീ കാണണമേ. ഹൃദയത്തിൽ നിന്ന് വരുന്നതായ ഞരക്കങ്ങളെ നീ കേൾക്കണമേ. ഹൃദയത്തിൽ നിന്ന് വരുന്നതായ നിലവിളിയെ നീ കേൾക്കണമേ. ഉയരുന്നതായ നെടുവീർപ്പുകളെപ്പോലും കേൾക്കുന്ന ദൈവമേ, മനുഷ്യരിൽ ആശ്രയിച്ചു ഞങ്ങൾ വഞ്ചിതരായിപ്പോയി. പണം കൊണ്ട് എന്തൊക്കെയോ നേടാമെന്ന് വിചാരിച്ചു, എന്നാൽ നഷ്ടം വന്നു. നീയാണ് സകലതും നേടിത്തരുന്നതായ കർത്താവ്. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു. നിന്നെ ഞങ്ങൾ പിന്തുടരുകയാണ്. നിന്നോട് ചോദിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ലപ്പാ. നിന്റെ അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ ഞങ്ങൾ അർഹരല്ലപ്പാ. എങ്കിലും നീ കൃപ കാണിക്കുന്നവനാകൊണ്ട്, എങ്കിലും നീ കരുണ കാട്ടുന്നവനാകൊണ്ട്, എങ്കിലും നീ സഹായം ചെയ്യുന്ന ദൈവമായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ കരങ്ങൾ നീട്ടിപ്പിടിക്കുകയാണപ്പാ. നിന്നിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുകയാണപ്പാ. അവിശ്വാസം ഉണ്ടാകാതിരിക്കാൻ സഹായിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം എനിക്ക് നൽകിത്തരും എന്ന് വിശ്വസിക്കുവാൻ സഹായിക്കണമേ. ഈ സമയത്ത് ആരൊക്കെയാണോ അങ്ങനെയുള്ള വിശ്വാസത്താൽ പ്രാർത്ഥിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ തന്നെ നിന്റെ വാഗ്ദത്തങ്ങളെ നീ കൊടുക്കുമാറാകണമേ. നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നിനക്ക് സംഭവിക്കുമാറാകട്ടെ എന്ന വാഗ്ദത്തത്താൽ അയക്കണമേ എന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ,
യേശുവേ 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 യേശുവേ